തന്നെയാണ്. ഒരുപാട് കളവുകൾ വിളിച്ചു പറയുകയും വളരെ മോശമായ പദപ്രയോഗങ്ങൾ ഇവർ സംസാരിച്ച ആളുകൾക്കെതിരെ, ഈ കൂട്ടായ്മക്കെതിരെ എല്ലാം അഴിച്ചുവിടുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ശൈലിയാണ് ഈ അവസാനത്തെ ഖണ്ഡത്തിൽ മറ്റുള്ളവയേക്കാൾ ഏറെ അധികമായി അവർ ഉപയോഗിച്ചത് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കുറേ ക്ലിപ്പുകൾ അവരിവിടെ പ്രദർശിപ്പിച്ചുവെന്നല്ലാതെ ആ ക്ലിപ്പൊക്കെ എന്തിനാണ് പ്രദർശിപ്പിച്ചത്, എന്താണതിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള ഭാഗങ്ങൾ എന്നത് പോലും മറന്നുകൊണ്ട് ഒരു വേള പഠന വിഷയത്തിൽ നിന്ന് ആ പഠന ഉദ്ദേശത്തിന് പോലും ഘടകവിരുദ്ധമായി ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്ത് തങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് അതിനെ സ്വന്തമായി വ്യാഖ്യാനിച്ച് ഒപ്പിച്ചുകൊണ്ടാണ് പല ക്ലിപ്പുകളും അവരിവിടെ പ്രദർശിപ്പിച്ചത് എന്നുള്ളത് കേൾക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. ചില ഉദാഹരണങ്ങൾ മാത്രം കാണാം. അവരവിടെ ഇവിടെ പറഞ്ഞ ചില കളവുകൾ വെറുതെ ഒന്ന് ഓടിച്ച് ഒരു 5-6 ക്ലിപ്പുകൾ അവർ പറഞ്ഞ കളവുകളുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് കേൾക്കാം. ശേഷം ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരട്ടെ. ഒന്നാമത്തെ ക്ലിപ്പ്. നിങ്ങൾ ആവർത്തിച്ച് ഈ സമൂഹത്തെ ഷിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോകാൻ പറയുന്നത് ഷിർക്കിന് ഫലമുണ്ട് എന്നാണ്. പടച്ചവനല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, അഥവാ ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ സിഹിറിനും മാരണത്തിന് ഫലമുണ്ട് എന്ന് നിങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? മാരണം ചെയ്യുന്ന വ്യക്തി ശൈത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്ത് ഷിർക്ക് ചെയ്യുന്നു. ആ ഷിർക്കിന്റെ ഫലമായിട്ട് ശൈത്താൻ ഇവനെ സഹായിക്കുകയാണ്, ഇവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യുകയാണ് എന്നാണ് നിങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. കണ്ടോ, ആ ഒരു മിനിറ്റിൽ എത്ര കളവ! ഷിർക്കിലേക്കും കുഫറിലേക്കും ഈ സമുദായത്തെ കൊണ്ടുപോകാനാണ് അത്രേ ഈ വിസ്തത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ശൈത്താൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ശൈത്താൻ കേട്ട് ഉത്തരം ചെയ്യുമെന്നാണ് അത്രേ നമ്മളോട് പറയുന്നത്. എത്ര തവണ കഴിഞ്ഞ 4 പ്രോഗ്രാമിലും ആവർത്തിച്ച് വ്യക്തമാക്കി പറഞ്ഞ വിഷയമാണ്. എന്നിട്ട് പോലും അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കളവ് ഉന്നയിക്കുന്നത്. രണ്ടാമത്തെ വരട്ടെ. ഇക്കഴിഞ്ഞ പ്രഭാഷണത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ വചനത്തെ തന്നെ കാന്തപുരം മുസ്ലിയാരെ പോലും കവച്ചു വെക്കുന്ന വിധത്തിൽ ദുർവ്യാഖ്യാനം നടത്തിയാണ് ഫൈസൽ മുസ്ലിയാർ ഷിർക്കിന് ഫലമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ചെറിയൊരു ശ്രമം നടത്തിയത്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, യഥാർത്ഥത്തിൽ ഫതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പിൻഗാമിയാണ് ഫൈസൽ മുസ്ലിയാർ എന്ന്. കണ്ടോ, അതാണ് മറ്റൊന്ന്. വിശുദ്ധ ഖുർആന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചത്. എന്താ ദുർവ്യാഖ്യാനം? അതില്ല. ഞാൻ പറഞ്ഞ അർത്ഥം ശരിയാണോ അല്ലേ? അതില്ല. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കിതാബിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചത്. അതേക്കുറിച്ച് വല്ലതും പറഞ്ഞോ? അതൊന്നുമില്ല. പിന്നെയോ വ്യക്തിഹത്യകളും ഇത്തരം വളരെ നിലവാരം കുറഞ്ഞ പദപ്രയോഗങ്ങളും നാം അത് റബ്ബിലേക്ക് വിടുന്നു. വരട്ടെ അടുത്തത്. മുസ്ലിയാരെ, ബദർ യുദ്ധത്തിൽ അള്ളാന്റെ റസൂല് 300 ചില്ലാനം സൈന്യത്തെ ഒരുക്കി. കുറച്ച് വാഹനം, ആയുധം, ഭക്ഷണം, യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി എല്ലാം ക്രമീകരിച്ചു. ഇനി എന്താ ചെയ്യാ? മുസ്ലിയാരെ വാദപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാമയോട് സഹായം തേടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാരം ഈ നബിതങ്ങൾ ചെയ്യേണ്ടത് ജിബ്രീലോട് സഹായം തേടണം. അപ്പോൾ നബി ചെയ്തിട്ടില്ല. അപ്പം നമ്മളെ വാദം ശരിയല്ലാതെ മനസ്സിലായില്ല. സഹോദരൻ, എത്ര വലിയ കളവാണ്! എല്ലാ പ്രസംഗത്തിലും, ഇവിടെ മാത്രമല്ല എവിടെയും ആവർത്തിച്ച് വ്യക്തമാക്കുന്ന കാര്യമല്ലേ? പടച്ച റബ്ബിനോടല്ലാതെ ഒരു സഹായ തേട്ടമില്ല, പാടില്ല. എത്ര സ്ഥലത്ത് ആവർത്തിച്ചു പറഞ്ഞു. നബിതങ്ങൾ നിർവഹിച്ചിട്ടില്ല. അതുകൂടി തെളിവാണ് നമുക്ക് നിർവഹിക്കാൻ പാടില്ല എന്നതിന്. എന്ന് പറയാത്ത ഏത് സംസാരമാണ് തൗഹീദുമായി ബന്ധപ്പെട്ട് നിർവഹിച്ചത്? എന്നിട്ടും കളവ് പറയുന്നു. നമ്മുടെ വാദപ്രകാരം എന്താ? മലക്കിനോട് സഹായം തേടണം, പക്ഷെ അത് കാണുന്നില്ല എന്ന്. കഴിഞ്ഞില്ല. വരട്ടെ. അതിലൊരു കൂട്ടര് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരും ഒരു കൂട്ടര് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം. അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ആരോടാണ് പ്രാർത്ഥിക്കുന്നത് അവരും ഉത്തരം നൽകും. അങ്ങനെയല്ലേ കുല്ലൻ നുബിദു ഹാവുലായി വ ഹാവുലായി എന്ന് പറഞ്ഞാൽ കിട്ടേണ്ടത്? കിട്ടുമോ? കിട്ടൂല. കാരണം മറ്റൊരു കളവാണ്. പടച്ചവരെ പ്രാർത്ഥിച്ചാൽ റബ്ബ് ഉത്തരം ചെയ്യും, അല്ലാത്തവർ പ്രാർത്ഥിച്ചാലോ അവരും ഉത്തരം ചെയ്യും എന്നല്ലേ ഈ ആയത്ത് കിട്ടേണ്ടത്. അത് കിട്ടൂല. അങ്ങനെ അല്ല എന്ന് പറഞ്ഞത്. അങ്ങനെ അല്ല. എൻ്റെ 2ാം ഗണനത്തിലും 1ാം ഗണനത്തിലുമൊക്കെ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്. മമ്പളത്ത് പോയി തേടിയാൽ അയാൾ വന്ന കാര്യം മമ്പളം നിങ്ങൾ അറിയുന്നില്ല, അയാൾക്ക് രോഗമുള്ളത് അറിയുന്നില്ല,
ഒക്കെ രോഗം മാറിയാൽ ആ മാറിയതും അറിയുന്നില്ല, തങ്ങളെങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നപ്പോൾ പോലും തങ്ങൾക്കറിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ ഖണ്ഡനം മുതൽ ഈ വിഷയം നമ്മൾ സംസാരിച്ചത്. എന്നിട്ട് പറയുക അള്ളാഹുവിനെ തേടിയാൽ അവന് ഉത്തരം കിട്ടും, അല്ല അവർ പറയണത് അങ്ങനെ ആയത്തുനിന്ന് കിട്ടുമോന്ന്. അപ്പം അവർ തന്നെ വാദം സ്ഥാപിച്ച് അവർ തന്നെ മറുപടി പറയുന്ന നെയ്തിനെ വെടിവെക്കുക എന്ന് പറയുന്ന രീതിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞില്ല, വരട്ടെ. എന്നാൽ ആ വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്ത വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിനെ തങ്ങൾക്ക് തോന്നിയ വിധത്തിൽ ദുർവ്യാഖ്യാനിച്ച് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ധൈര്യം എന്താണെന്നറിയോ? തങ്ങൾ എന്തു പറഞ്ഞാലും ചിന്താശേഷി പൊട്ടിയടച്ചതുകൊണ്ട്, ആലോചിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട്, തങ്ങൾ പറയുന്ന തിരുവായ്ക്ക് എതിർവായി ഇല്ലാതെ അംഗീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ടീം തൊട്ട് താഴെ ഉള്ളതുകൊണ്ടാ. കണ്ടോ എത്ര നുണയപ്പ പറഞ്ഞത്, എത്ര നുണയെ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ ഇല്ലാത്ത അർത്ഥം പറഞ്ഞതാ? ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. രണ്ടത് പറയാനുള്ള ധൈര്യം എന്താ? എന്തു പറഞ്ഞാലും അംഗീകരിക്കുന്ന, ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുന്ന കൗമുണ്ട്. അങ്ങനെ ഒരു കൗമ വിസ്തത്തിലില്ല, അങ്ങനെയുള്ള വിസ്തം ആവില്ല. എവിടെയെങ്കിലും വാക്ക് തെറ്റിയാൽ അപ്പം ചോദിക്കും, അല്ല എവിടെ കിട്ടിയേക്കും. ഒരു ഹദീസ് പറഞ്ഞാൽ അത് സ്വഹിയാണോ ചോദിക്കും, തെളിവുണ്ടോ ചോദിക്കും. അതാ വിസ്തത്തിൻ്റെ പ്രത്യേകത. അല്ലാതെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ അത് നമ്മളെ ബുദ്ധിക്ക് യോജിക്കൂല, എന്നാ വേണ്ട. അത് ഖുർആനെതിരാ, എന്നാ വേണ്ട എന്ന് പറയുന്ന കൗമല്ല വിസ്തത്തിലുള്ളത് എന്നിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ ധൈര്യം കിട്ടുന്നത്. അപ്പം ഏതാണ്ട് അവരെ കഴിഞ്ഞ 4-ാം ഖണ്ഡനത്തിൻ്റെ ഒരു ആകത്തുക നമുക്ക് മനസ്സിലായല്ലോ.